നിക്കോദേമോസ് എന്ന വൃദ്ധനായ ഉപദേഷ്ടാവ്. ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സൂര്യനുദിച്ചു. ഉദയനക്ഷത്രം പ്രത്യക്ഷമായി രാത്രിയിൽ. യോഹന്നാൻ 3 ഒരു മനുഷ്യൻ. ഇപ്പോഴുള്ള എല്ലാ വൃദ്ധന്മാരെ പോലെയും ഒരു ചാൻസ് കൂടെ ഞങ്ങൾക്കുണ്ടോ എന്നാഗ്രഹിക്കുന്ന മനുഷ്യർ. ഒരപ്പൂപ്പൻ അയാളുടെ കൊച്ചുമകനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി. അയാൾ പഠിച്ച സ്കൂളിൽ തന്നെ അയാളുടെ കൊച്ചുമോനും പഠിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളെയും എല്ലാം കണ്ടപ്പോൾ ഇയാൾ പഴയ കാലം ഓർത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഒരു ചാൻസ് കൂടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ. ഈ കണ്ട പാസ്റ്റ് ടെൻസിലെ എല്ലാ അബദ്ധങ്ങളും ഒഴിവാക്കി എനിക്ക് മനോഹരമായൊരു ജീവിതം നയിക്കാൻ പറ്റുമായിരുന്നു. വേറൊരു കഥയിൽ, ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, കുറേ തടവുകാരെ ഇങ്ങനെ നിരത്തി നിർത്തി വധശിക്ഷയ്ക്ക് വേണ്ടി വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നിർത്തിയിരിക്കുമ്പോൾ എല്ലാവരും മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ ഹൃദയത്തിൽ പറയുകയാണ്, ദൈവമേ, ഇനി ഒരു ചാൻസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് ജീവിച്ചേനെ. ആ ഫൈനൽ മൊമെന്റിൽ ഓർഡർ വരികയാണ് ഇവരുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന്. 1-2 പേർക്ക് മാനസികാസ്വസ്ഥമുണ്ടായി, ഭ്രാന്ത് പോലെയായി. തൽക്കാലത്തേക്ക് ഇദ്ദേഹം വലിയൊരു എഴുത്തുകാരനായി മാറി. ഇവിടെ നിക്കോദേമോസ് ചോദിക്കുകയാണ്, എനിക്കിനി ഒരു ചാൻസ് ഉണ്ടോ? വൃദ്ധനായി, നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം, വൃദ്ധനായ നിക്കോദേമോസേ, നീ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ഒരു ചെറുപ്പക്കാരന് നൽകുവാൻ തക്കവണ്ണം, യാഗം കഴിക്കാൻ തക്കവണ്ണം നിന്നെ സ്നേഹിച്ചു. നിക്കോദേമോസിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ തന്നെയാണ് ആ വചനമുള്ളത്. ബൈബിളിലെ സുവർണ്ണ വചനം എന്ന് നമ്മൾ പറയുന്നത്. ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അങ്ങനെ നീ ജനിച്ചിട്ടും കാര്യമില്ലെന്ന്. ജഡത്താൽ ജനിച്ച ജഡമാണത്. ഞാൻ പറയുന്നത് അതല്ല. നിക്കോദേമോസേ, വീണ്ടും ജനിച്ചവനൊരു കാറ്റാണ്. കാറ്റ് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു. അതെവിടെ നിന്ന് വരുന്നെന്നും എങ്ങോട്ട് പോകുന്നെന്നും നീ അറിയുന്നില്ല. ഇന്നത്തെ കാലത്ത് വേണേ നമുക്ക് പറയാം, ഉപഗ്രഹങ്ങൾ വഴി ഓരോ കാറ്റും എവിടുന്ന് എങ്ങോട്ട് വീശുന്നു എന്നൊക്കെ പറയാൻ സാധിക്കുമെന്ന്. ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രങ്ങൾ പോലും കാറ്റുകൾ പ്രവചിച്ചാൽ പോലും തടയാൻ ഒരു മാർഗ്ഗമൊന്നുമില്ല. ആൾക്കാർ ജീവനും കൊണ്ട് പലായനം ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു മാർഗ്ഗവുമില്ല. വലിയ വലിയ കാറ്റുകൾക്ക് അവർ ഓരോരോ പേരുകളാണ് കൊടുക്കുന്നത്. കാറ്റിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, പക്ഷെ അതിൻ്റെ പർപ്പസ് നിനക്ക് അറിഞ്ഞുകൂടാ. കത്രീന എന്ന് പറയുന്നൊരു കാറ്റ് വരുന്നു, അത് വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരു കാറ്റ് വീശി ദുരന്തം സംഭവിച്ചു, സർക്കാരിന് ഒത്തിരി പണിപ്പാട്, ഇവരെല്ലാം റെസ്റ്റോറേഷൻ ചെയ്യാനായിട്ട് ബില്യൺ കണക്കിന് ഡോളർ ചിലവാക്കണം. വീട് നഷ്ടപ്പെട്ടവരുടെ ദുഃഖം, ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിലോ മരിച്ചിട്ടുണ്ടെങ്കിലോ അതിൻ്റെ ദുഃഖം, വലിയ നഷ്ടങ്ങളുടെ കഥയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ജീവിതത്തിൽ ഉണ്ടായ ചില കാറ്റടികൾ നിന്നെ നിയോഗത്തിലേക്ക് ചലിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നീ പ്രായമായെന്നോർത്ത് വിഷമിക്കണ്ട. പ്രായമായി പക്വതയായി ചെയ്യേണ്ട ശുശ്രൂഷയാണ് നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നത്. പ്രായമായവർക്ക് വില കിട്ടുന്ന സ്ഥലം അത് ദൈവസന്നിധിയാണ്. മെച്ചറായവനാണ് കർത്താവിന് ആവശ്യം, ലോകത്തിനാവശ്യം. ലോകം തിരയുന്നത് നരച്ച മുടിയുള്ളവനെയാണ്. വീണ്ടും ജനനം എന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ് ചെറുപ്പക്കാരനായ യേശു കർത്താവ് വൃദ്ധനായ നിക്കോദേമോസിനോട് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം, യേശു കർത്താവ് ഇത് ഇദ്ദേഹത്തോട് പറഞ്ഞതല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. വീണ്ടും ജനന അനുഭവത്തെക്കുറിച്ച് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പത്രോസ് വീണ്ടും ജനിക്കേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടില്ല, വീണ്ടും ജനിക്കണമെന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യാക്കോബ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പൗലോസ് ഇത്രയും ലേഖനങ്ങൾ എഴുതി, വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടില്ല, വീണ്ടും ജനിക്കണമെന്നും പറഞ്ഞില്ല. പത്രോസ് ആദ്യത്തെ പ്രസംഗം 3000 പേര് സ്നാനപ്പെട്ട് വീണ്ടും ജനനത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കൊർന്നേലിയസിന്റെ വീട്ടിൽ പോയി പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിച്ചു, വീണ്ടും ജനനത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. സ്റ്റെഫാനോസ് പ്രസംഗിച്ചു, വീണ്ടും ജനനത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കാരണം ഇത് പ്രസംഗിക്കേണ്ടതല്ല, ഇതനുഭവിക്കേണ്ടതാണ്. പ്രസംഗം നോർമൽ നടന്നോട്ടെ, കാര്യം നടക്കും. ഹല്ലേലൂയ. നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് ഇതെത്തിക്കും. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി തരും. യോഹന്നാൻ 1 സ്നാപക യോഹന്നാനോട് പരീശന്മാർ ചോദിക്കുക, നീ നിന്നെക്കുറിച്ച് എന്ത് പറയും? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്നൊരു ഭാഗം ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? ആ പുള്ളിയാണ് ഞാൻ. യോഹന്നാനെ കുറിച്ച് യേശു പറഞ്ഞു, നിനക്ക് മുമ്പായി ഞാൻ എൻ്റെ ദൂതനെ അയക്കും എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ പുള്ളിയാണ് ഈ പുള്ളിക്കാരൻ. യോഹന്നാൻ 2 വന്നാലോ, മണവാളനെ വിളിച്ചിട്ട് വിരുന്നുവാഴി പറയുകയാണ്, നീ ആള് കൊള്ളാലോ, എല്ലാവരും ആദ്യം നല്ലതും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുന്നു, നീ ആള് കൊള്ളാലോ, ഇപ്പോഴേ ഏറ്റവും നല്ല ചോയ്സ് വൈൻ നീ ഇതുവരെ സൂക്ഷിച്ചു വെച്ചല്ലോ. ഐഡന്റിറ്റിയുടെ സ്റ്റാറ്റസിന്റെ ലെവൽ മാറിയത് കണ്ടോ? വെള്ളത്തിന്റെ സ്റ്റാറ്റസ് അല്ല വീഞ്ഞിന്.
3-ാം അധ്യായത്തിൽ വരുമ്പോൾ വൃദ്ധനായ നിക്കോദോമോസെ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, നീ അത് കണ്ടുപിടിക്കണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുകയും. അപ്പോൾ ചോദിപ്പീൻ, നിങ്ങൾക്ക് കിട്ടും. എന്ത് കിട്ടും? ഗിഫ്റ്റുകൾ കിട്ടും. ഇത് എവിടുന്ന് വരുന്നു എന്ന് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കണ്ടെത്തും, തരുന്നവനെ കണ്ടെത്തും. അവൻ്റെ അടുക്കെ വന്ന് മുട്ടുന്നവൻ അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും. ഹല്ലേലൂയ. കാളകളില്ലാത്ത തൊഴുത്ത് വൃത്തിയായി കിടക്കും, ഒരു പ്രശ്നവും ഇല്ല. ക്ലീനിങ്ങും ചെയ്യേണ്ട, ആൾക്കാർ വന്ന കുറ്റവും പറയത്തില്ല, മണവും ഇല്ല, പക്ഷേ ആദായവും ഇല്ല. കാളകളുള്ള തൊഴുത്ത് വൃത്തികേടായി കിടക്കും. ചാണകം ഉണ്ടാകും, അതിൻ്റെ മൂത്രം ഉണ്ടാകും, അതിൻ്റെ സ്മെല്ലുണ്ടാകും, ക്ലീൻ ചെയ്യേണ്ട ജോലിയുണ്ട്, ഇതിന് പുല്ല് കൊടുക്കേണ്ട ജോലിയുണ്ട്, കുളിപ്പിക്കേണ്ട ജോലിയുണ്ട്, അധ്വാനമുണ്ട്, പക്ഷേ ആദായമുണ്ട്. നിയോഗത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും. അപ്പോൾ അസാധാരണമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. മറ്റാർക്കും ഇല്ലെന്ന് തോന്നുന്നത് ഉണ്ടാകും, പക്ഷെ പേടിക്കണ്ട. കുവൈറ്റിൽ എണ്ണക്കിണറുകൾ ഇറാഖുകാർ കത്തിച്ചപ്പോൾ കെടുത്താൻ അവരുപയോഗിച്ച സൂത്രം എന്ന് പറഞ്ഞത് വേറെ എല്ലാ വഴി നോക്കിയിട്ട് നടക്കാഞ്ഞിട്ട് കത്തുന്ന എണ്ണക്കിണറിലേക്ക് വീണ്ടും ഒരു സ്ഫോടനം കൂടെ നടത്തി. ആ സ്ഫോടനത്തിലുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിൽ കത്തിക്കൊണ്ടിരുന്നത് ഓക്സിജൻ തീർന്നുപോയി, കെട്ടുപോയി. ജീവിതത്തിൽ ചില വിഷയങ്ങളൊക്കെ വന്നത് കെടേണ്ട ചിലതിനെ കെടുത്തിയിട്ട് കത്തേണ്ടതിനെ കത്തിക്കാനാണ്. ആർക്കും കെടുത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നിന്നതിനെയൊക്കെ കർത്താവ് കെടുത്തി. ആർക്ക് വേണ്ടി? തലമുറകൾക്ക് വേണ്ടി. ഇപ്പോൾ ആരും പറയാത്ത കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ പറയുന്നത്. ഇതിനെക്കുറിച്ച് ആ 3-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു. ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കും. വീണ്ടും ജനന അനുഭവത്തിൽ വരുന്നവന് കാണാം, കേൾക്കാം, അത് പറഞ്ഞാൽ മതി. അവൻ്റെ സാക്ഷ്യം പക്ഷേ ആരും കൈക്കൊള്ളുന്നില്ല. എന്താ കൈക്കൊള്ളാത്തത്? അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല, തലയ്ക്ക് മനസ്സിലാകില്ല. പക്ഷേ തലയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതല്ല. വചനം പറയുന്നത് തമാശയ്ക്ക് പറയല്ല, അറിവിന് വേണ്ടി പറയല്ല, കാര്യം നടത്താൻ വേണ്ടി പറയുന്നതാണ്. കാറ്റയക്കുമ്പോൾ ആ കാറ്റ് അതിൻ്റെ നിയോഗത്തിൽ ചലിക്കുന്നത് പോലെ, ചെയ്യേണ്ട ജോലി ചെയ്യുന്ന പോലെ വീണ്ടും ജനിച്ചവൻ സംസാരിച്ചാൽ, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവാണ്, ജീവനാണ്. 1-ാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ക്രിസ്തുവിൽ വീണ്ടും ഒരു കൗമാരകാലം, ക്രിസ്തുവിൽ വീണ്ടും ഒരു ബാല്യകാലം, യൗവനകാലം. അത് കിട്ടും വീണ്ടും ജനനാനുഭവത്തിലൂടെ. കർത്താവിനോട് ചേർന്ന് നിൽക്കുക, പറ്റി നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും വലിയ കുഴപ്പമില്ലാണ്. പക്ഷെ അങ്ങനെയല്ല. കർത്താവ് കണ്ടോണ്ട് കർത്താവ് പറയണം, ഓക്കെ നീ തിരിയല്ലേ, നീ തിരിഞ്ഞിട്ട് കറങ്ങിയിട്ട് മടുക്കുമ്പോൾ തിരിച്ചു പോയി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണ് പല കാര്യങ്ങളും ഡിലേ ആകുന്നത്. മറിച്ച് എലീഷയെ പോലെ 12 കാള 11-ാമത്തതിൻ്റെ കൂടെ അവൻ തന്നെ വയലുഴുതതുപോലെ ഒരു ഹാർഡ് വർക്കിംഗ്, ഒരു അധ്വാനശീലം. വചനത്തിൽ അധ്വാനിക്കുക, പ്രാർത്ഥനയിൽ അധ്വാനിക്കുക. പ്രതിഫലമുണ്ടാകും നിശ്ചയം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.